അതിപരിശുദ്ധമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുന്നു. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ഭാര്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഭാര്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇതിൽ ചിന്തിക്കുന്ന ദൈവവചനം പറയുന്നത്, ഭാര്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതാണ്. ഇതിനകത്ത് പ്രധാന വിഷയം എന്ന് പറയുന്നത് ദുഷ്ടനെ ജയിക്കുക എന്നുള്ളതാണ്. പ്രൈസലോർഡ്. പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഒരു ദൈവ പൈതൽ, ഒരു ദൈവഭക്തൻ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന, വേർപാടും വിശുദ്ധിയും പാലിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടു കൂടിയിരിക്കുന്ന, പ്രത്യാശയോടു കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും ദുഷ്ടനെ ജയിക്കണം. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മറുപടി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാത്താനാണ്. അവനാണ് സകലവിധ മ്ലേച്ഛതയിലേക്കും അശുദ്ധിയിലേക്കും ജനത്തെ നയിക്കുന്നത്. ലേറിയ ആ ഒരു കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറയാണ്, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. ഹല്ലേലൂയ. ഈ വചനഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, പിതാക്കന്മാർക്കും ബാല്യക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ്. ഹല്ലേലൂയ. താൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്നും ലേഖകൻ പെട്ടെന്ന് വ്യതിചലിച്ചിട്ട് വായനക്കാരുടെ ആത്മീയ നിലവാരം അനുസരിച്ച് അവരെ 3ആയി തിരിച്ച് ഇവിടെ സംബോധന ചെയ്യുക. ഹല്ലേലൂയ. എന്നാൽ എല്ലാ പ്രായത്തിലുള്ളവരെയും വീണ്ടും ജനിച്ചവർ എന്ന നിലയിൽ കുഞ്ഞുങ്ങളായും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിനാൽ പിതാക്കന്മാരായും എല്ലാ പോരാട്ടങ്ങളെയും എതിർക്കാൻ ശക്തരാകിയാൽ യുവാക്കന്മാരെയും പരിഗണിക്കാമെന്ന ബാർക്ലേ എന്ന് പറയുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ബാലിക്കാർ എന്ന് പറയുന്നത് യുവാക്കളെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ സകലവിധ ശത്രുവിന്റെ തന്ത്രങ്ങളെ എതിർത്ത് ജീവിക്കണം, അതിനെ ജയിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ആദിയോടൊന്നും നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. കാരണം ഈ ലോകം മുഴുവൻ സാത്താന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം തന്നെ 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകം. അപ്പൊ എന്താണ്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനയിൽ കിടക്കുമ്പോൾ ഏത് സമയത്തും ഏത് ഭക്തനും വഴി തെറ്റിപ്പോകാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നത്. അത് നാം എത്ര ഭയഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിച്ചാലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ ചെന്നു ചേരാൻ കഴിയുന്നത്. രക്തം ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുഷ്ടനെ ജയിക്കണം. അവൻ ഒരുപാട് പ്രലോഭനങ്ങൾ കൊണ്ടുവരും, ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടുവരും, ഒരുപാട് മോഹങ്ങൾ കൊണ്ടുവരും. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന വിധത്തിലുള്ള അനവധി പ്രോത്സാഹനങ്ങൾ സാത്താൻ നമുക്ക് തന്നിട്ട് നമ്മളിൽ പിറുപിറുപ്പ് കൊണ്ടുവരും, ഇടർച്ച കൊണ്ടുവരും, കലക്കം കൊണ്ടുവരും, ഈർഷ്യ കൊണ്ടുവരും. അങ്ങനെയുള്ള പല തന്ത്രങ്ങളിലൂടെ അവൻ നമ്മെ വകവരുത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത, നാം ദുഷ്ടനെ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഇത് ഇരുളിന്റെ ആധിപത്യം ഇവിടെ എല്ലായിടവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ അത് നല്ല പ്രായം എന്ന് പറയുന്നത് യൗവന പ്രായമാണ്. ബാല്യക്കാരി എന്ന് പറയുന്നത് യൗവനമാണ്. നിങ്ങളുടെ യൗവനത്തിൽ തന്നെ നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ.
ആമീൻ. നാം വിചാരിക്കുന്നതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു പ്രായവും അല്ലെങ്കിൽ ഈ ബാല്യമാണ് എന്ന് പറയുക യൗവനമാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ നല്ല തീരുമാനമെടുക്കുന്നതും ഈ യൗവന പ്രായത്തിലാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോഴാണ് നിങ്ങൾ നല്ല തീരുമാനമെടുത്ത് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണം, എന്നൊക്കെയുള്ള തീരുമാനമെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലേരിയ. കാരണം നമ്മെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അല്ലേരി. നമുക്കൊരു ദൈവനുണ്ട്, നമുക്കൊരു മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. മനുഷ്യൻ മരിച്ചതുകൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. മരണം ഒരു തുടക്കമാണ്. മരണത്തോടുകൂടി പുതിയൊരു തുടക്കമാണ്. ആ തുടക്കം നമുക്ക് ദൈവരാജ്യത്തിൽ ആരംഭിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ദുഷ്ടനെ ജയിക്കണം. അല്ലേരിയ. ഇവിടെ ദുഷ്ടനെ ജയിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് എങ്ങനെയെങ്കിലും നടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോയിട്ട് ദൈവരാജ്യത്തിൽ ചെല്ലാം എന്നുള്ള ചിന്തകളും പഠിപ്പിക്കലുകളും ഒക്കെ അനവധി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള പഠിപ്പിക്കലിന്റെ മുമ്പിലാണ് ദൈവവചനം പറയുന്നത്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദുഷ്ടനെ ജയിക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ പലവിധമായ ആലോചനകൾ കൊണ്ടെത്തുന്ന, പലവിധമായ ചിന്തകൾ നിങ്ങളിൽ കൊണ്ടെത്തുന്ന ദൈവം നിങ്ങളുമായി വലിയ ശത്രുത്വത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവമക്കളും ദൈവമായിട്ട് ശത്രുത്വം ഉണ്ടാക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ദുഷ്ടന്റെ ആലോചനയ്ക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. അതുകൊണ്ടാണ് 32-ാം സംഗീതം 8-ാം വാക്യമൊക്കെ വായിക്കും കാണുന്നത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അപ്പൊ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം, നാം നടക്കേണ്ടുന്ന വഴിയിലൂടെ നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം നമ്മോട് എന്തു പറയുന്നു എന്ന് നാം ഓരോ ദിവസവും തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ബാല്യക്കാരും അല്ലെങ്കിൽ പിതാക്കന്മാരും കുഞ്ഞുങ്ങളും എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാ ഈ ദൈവവചനം ബാധകമാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം യൗവനക്കാരെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. സർക്കാർ ജോലിക്കായിട്ട് തെരഞ്ഞെടുക്കുന്നത് മുഴുവൻ യൗവനക്കാരെയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പട്ടാളത്തിലും പോലീസ് വകുപ്പിലും എല്ലാം യൗവനക്കാരെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും സിനിമാ മേഖലയിലും എല്ലാം ആകർഷകരായ യൗവനക്കാരെയാണ് അവർ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പൊ എല്ലാ മേഖലയിലും യൗവനക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ യൗവനക്കാരുടെ ആ യൗവന പ്രായത്തിൽ അവരെ കൊണ്ട് നന്നായിട്ട് മുതലെടുക്കാം എന്നുള്ള ഇങ്ങനെയുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് യൗവനക്കാരെ തെരഞ്ഞെടുക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നിങ്ങളുടെ യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ അറിയണം. അല്ലെങ്കിൽ യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞിട്ട് സൃഷ്ടാവിന് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നിങ്ങൾ പ്രസാദിക്കുവാൻ കഴിയുന്നത്. ലോകം നിങ്ങളെ തെരഞ്ഞെടുത്ത് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഉപയോഗിച്ച് അവർ പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ കോടികൾ സമ്പാദിക്കുന്നു. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ യൗവന പ്രായത്തിൽ നിങ്ങൾ കർത്താവിന് സ്തോത്രം, നിങ്ങളുടെ യൗവന പ്രായത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ നിങ്ങൾ ഏറ്റെടുത്താൽ, ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങൾ പ്രഘോഷിക്കുന്നവരായി നിങ്ങൾ മാറിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ലോകം തരുന്നതിനേക്കാൾ വലിയ സമാധാനവും സന്തോഷവും, അതിനേക്കാൾ ലോകം തരുന്നതിനേക്കാൾ വലിയ പ്രതിഫലവും ദൈവം നിങ്ങൾക്ക് തരും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിലെ സകലവിധ ദുഷ്ടശക്തികളെയും നിങ്ങൾ ജയിക്കണം. രക്തം ചെയ്യാം. സകലവിധ ദുഷ്ടശക്തികളെയും ജയിക്കണം. ബാലിക്കർ അഥവാ യുവാക്കൾ എന്നതിന് ഹല്ലേലൂയ സ്തോത്രം. യൗവന യുക്തം, ദീർഘവീക്ഷണമുള്ളവരും അഭിവൃദ്ധികരമായ ജീവിതാനുഭവങ്ങൾ കൂടിയവരും പുഷ്ടിയിൽ ശക്തി ഉള്ളവരും എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും അവർക്ക് കഴിവുണ്ട്. ഹല്ലേലൂയ. ആ കഴിവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നത്തെ കാലഘട്ടത്തെ നമ്മുടെ കർത്താവ് ബാലിക്കരായിരിക്കുന്ന അനവധി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ ബാലിക എന്ന് പറയുമ്പോൾ യൗവനത്തിലുള്ളവരെയാണ്. അപ്പൊ ഇന്നത്തെ യൗവന പ്രായത്തിൽ അനവധി ആളുകൾ കർത്താവിന് വേണ്ടി നിൽക്കാതെ അവർ ലോകപ്രകാരം നെട്ടോട്ടോടുമ്പോൾ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ വചനം വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം, ദുഷ്ടനെ ജയിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ പലതിനെ നാം ഉപേക്ഷിക്കേണ്ടി വരും.
പലതിനെയും നാം വേണ്ടെന്ന് വെക്കണം, പലതിനും നാം കണ്ടില്ലെന്ന് വെക്കണം, പല സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല, പലരുടെയും കൂടി ഇത് സംസാരിക്കാൻ പറ്റത്തില്ല, പല മേഖലയിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കേണ്ടി വരും. നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കേണ്ടി വരും. രക്തം ചെയ്യും. അതുകൊണ്ടാണ് സംഗീതനക്കാരൻ ആസാവ് പറഞ്ഞത്, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടമെന്ന് 73 സങ്കീർത്തനം വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ സംഗീതനക്കാരനായിരിക്കുന്ന ആസാഫ് അത് പറയണമെങ്കിൽ തനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്ന ഏറെ ഇഷ്ടമെന്ന് പറയുമ്പോൾ താൻ ലോകത്തിലേക്ക് കണ്ടുപിടിച്ച് നോക്കി, ലോകത്തിലുള്ള ജനങ്ങളെ നോക്കി, ലോകക്കാരെ മുഴുവൻ കണ്ടു. ലോകത്തോട് അടുത്തിരിക്കുന്നത് ദൈവത്തോട് ശത്രുത്വമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആസാവ് പറയാ, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത് എന്ന് പറയാൻ. ദൈവത്തോട് അടുത്തിരുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വരും. രക്തം ചെയ്യും. ലോകത്തോട് അടുത്തില്ലുമ്പോൾ ലോകം നമ്മെ വശീകരിക്കും. സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, നിന്റെ യൗവന കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുന്നു. നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം ലാസ്റ്റ് ഭാഗം കടന്നു വരുമ്പോഴും 12:1 കടന്നു വരുമ്പോഴുമാണ് ഇതിന്റെ യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. രക്തം ചെയ്യും. അവരുടെ യൗവന പ്രായം നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് കർത്താവിനെ കുറിച്ച് ഇഷ്ടംപോലെ പറയുവാനും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും കഴിവും, ദൈവം നമുക്ക് തന്ന സമ്പത്തും, നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ നിങ്ങളുടെ യൗവനം ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ യുവരക്തം ചീന്തിയ ക്രിസ്തുവിന് വേണ്ടി തന്നെയാണോ? നിങ്ങൾക്ക് വേണ്ടി യുവരക്തം ചീന്തിയ കർത്താവിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ യൗവനം ഉപയോഗിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന ഹല്ലേലൂയ മാനവകുലത്തിനു വേണ്ടി തന്റെ യുവരക്തം കാൽവറിയിൽ നമുക്ക് വേണ്ടി നൽകി. അവസാന തുള്ളി രക്തം വരെ തന്ന് സാത്താന്റെ കയ്യിൽ നിന്ന് പാപം നമ്മെ വിടുവിച്ച്, നമ്മെ ശുദ്ധീകരിച്ച്, നമ്മെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി മാറ്റി യേശുക്രിസ്തുവിന്റെ യുവരക്തം. അതുകൊണ്ട് നിങ്ങളുടെ യുവത്വം നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ യുവത്വത്തിൽ ആരാണ് നിങ്ങളെ നയിക്കുന്നത്? നിങ്ങളുടെ ആലോചനക്കാരൻ ആരാണ്? എന്നെ കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്. അനവധി പ്രോത്സാഹനങ്ങൾ, അനവധി വാക്തത്വങ്ങൾ ലോകം നിങ്ങൾക്ക് തരും. അനവധി കൂട്ടുകെട്ടുകൾ നിങ്ങൾക്കുണ്ടാകും. അതിലൊന്നും നീ ചെന്ന് ചാടി നിന്റെ ജീവിതം നശിപ്പിച്ച് കളയാതെ രക്തം ചെയ്യും. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കണം. അപ്പൊ യുവരക്തം നിങ്ങൾക്ക് വേണ്ടി തന്റെ യൗവന പ്രായത്തിൽ തന്നെ അവസാന തുള്ളി രക്തം വരെ തന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ യേശു കർത്താവാണ്. അതുകൊണ്ടാണ് 1 ലേഖനം 6:19 വായിച്ചാൽ കാണാൻ കഴിയും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന്. അതെ, ലോകത്തിൽ നിങ്ങൾ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട് കിടന്നപ്പോൾ, പാപത്തിൽ വീണ് കിടന്നപ്പോൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ, നിങ്ങൾക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരിന്റെ നടുവിലൂടെ പോയപ്പോൾ, നിങ്ങളെ വിടുവിക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നിങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നിങ്ങൾ കടന്നുപോകുന്ന അടിമത്തത്തിൽ നിന്നൊരു മോചനം നൽകുവാൻ ആരും നിങ്ങളെ സഹായിപ്പാൻ ഇല്ലാതിരുന്നപ്പോൾ, പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. രക്തം ചെയ്യും. അതാണ് യോഹന്നാൻ 3:14 വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:14 സ്തോത്രം. തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അവിടെ ജാതി മതമല്ല പറയുന്നത്. തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് അവനെ നൽകുവാൻ, യേശുവിനെ നൽകുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെങ്കിൽ നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവം നടത്തി തന്നെ വിശ്വസനാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:32 വായിച്ചാലും കാണാൻ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അതെ പ്രിയ സ്നേഹിത, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ തന്നവൻ, നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നവൻ, ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയതവൻ. നമ്മുടെ ശാപങ്ങളും പാപങ്ങളും നീക്കി നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളായി നമ്മെ മാറ്റിയവൻ. അപ്പാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്ന് നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു സ്വർഗരാജ്യമുണ്ട്, നമുക്ക് പ്രത്യാശ തന്ന്, പ്രതീക്ഷ തന്ന്, കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്നേഹിതം, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. യേശു വരാൻ സമയമായി.
കർത്താവിന്റെ വരവ് ഏറ്റവും ആസനമായി, കാഹളം മുഴങ്ങാൻ സമയമായി. നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം, ദുഷ്ടനെ ജയിക്കണം. അതുകൊണ്ടാണ് വചനം, ബാലിക്കാരെ നിങ്ങൾ ശക്തരാകിയാലും, വചനം പറയും, ബാലിക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും, ഹല്ലേലൂയ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് യോഹന്നാൻ ശക്തമായിട്ട് പറയാൻ കാരണം, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ അനുഭവം, ഹല്ലേലൂയ, നമ്മളിൽ വെളിപ്പെടണം. ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ മതത്തെ കുറിച്ചല്ല പറയുന്നത്, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇവിടെ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനുമല്ല. തന്നിൽ വിശ്വസിക്കുന്നവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സകല മനുഷ്യരും ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്, ഹല്ലേലൂയ. അവർക്ക് ദൈവരാജ്യം ലഭ്യമാകുക തന്നെ ചെയ്യും, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഹല്ലേലൂയ, ഈ ലോകം, ഹല്ലേലൂയ, പാപത്താൽ നിറയപ്പെട്ടതാണ്, അല്ലെ, ശാപത്താൽ നിറയപ്പെട്ടതാണ്. ഈ ലോകം അന്ധകാരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതാണ്. പൈശാചിക ശക്തികൾ ഈ ലോകത്തെ കൈയടക്കിയിരിക്കുകയാണ്. എന്നെ നിങ്ങൾ ഏതു വിധത്തിലും തകർത്ത് കളയുവാൻ പിശാച് പല കെണികളും ഒരുക്കുമ്പോൾ, അവൻ നമ്മെ സൂത്രത്തിൽ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവൻ പലവിധമായി തന്ത്രങ്ങൾ പണിത് നിങ്ങളുടെ കുടുംബത്തെ ഇരുളിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, രക്തജയം, ഹല്ലേലൂയ, നിങ്ങൾ ആ ദുഷ്ടനെ ജയിക്കണം. പ്രൈസറോ. അതുകൊണ്ടാണ് സങ്കീർത്തനം 1:1 എഴുതി വെച്ചത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്നവിടെ പറയുന്നത്, ഹല്ലേലൂയ. ഈ ദുഷ്ടനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദുഷ്ടന്റെ അതിനെ കുറിച്ച് കാണാൻ കഴിയും. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചാൽ ദുഷ്ടനെ ജയിക്കണം എന്നുള്ളതാണ്, ഹല്ലേലൂയ. ഇന്ന് എത്രയോ ആളുകളാണ് ദുഷ്ടന്റെ പിടിയിൽ അമർന്ന്, പിശാചിന്റെ പിടിയിൽ അമർന്ന്, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവവുമായി യാതൊരു സംസർഗവുമില്ലാതെ ലോകത്തിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് സ്വയം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞിടയ്ക്ക് അനവധി യൗവനക്കാർ, ബാല്യക്കാർ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ്? അവർക്ക് ദുഷ്ടനെ ജയിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാലങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, കർത്താവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ടവർ, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയുടെ അംഗങ്ങളായിരുന്ന, ഹല്ലേലൂയ, അനവധി ബാല്യക്കാർ സ്വന്തം ജീവിതത്തെ തകർത്ത് കളഞ്ഞു, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ദുഷ്ടനെ ജയിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനെ ജയിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ ജീവനെ തകർത്ത് അവർ നിത്യമായ നരകത്തിലേക്ക് പോകില്ലായിരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ പിശാച് കൊണ്ടുതരും, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവനെ വിട്ട് പന്താടും പിശാച്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദുഷ്ടനെ ജയിക്കണം, ഹല്ലേലൂയ. കള്ള ഉപദേശകന്മാരെ ജയിക്കണം, കള്ള പ്രവാചകന്മാരെ ജയിക്കണം, കള്ള അപ്പോസ്തലന്മാരെ ജയിക്കണം, ഹല്ലേലൂയ. നിങ്ങളെ പലതും പറഞ്ഞ് മയക്കി ക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന അനവധി ഉപദേശകന്മാരുണ്ട്. അവരെയും ഇവിടെ പറയുന്ന ദുഷ്ടനെന്നാണ്, ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞിടെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ദൈവവചനമൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു, അവർ കടന്നു പോകുന്ന രീതികളെ കുറിച്ച് സംസാരിച്ചു, അവർ കടന്നു പോകുന്ന സഭകളെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് ഞാൻ അവരോടൊക്കെ ചോദിച്ചു, അവർ പറഞ്ഞു, യോഹന്നാന്റെ ലേഖനം ഒന്നും വായിക്കരുതെന്നാ പറഞ്ഞത്, ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം വായിച്ച സത്യം അറിയാം, അതുകൊണ്ടാണ് സത്യം അറിയുന്നത് കൊണ്ട് അവർ പറഞ്ഞു ഇതൊന്നും വായിക്കരുതെന്നാ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശരിയതാ. വേദപുസ്തകത്തിനകത്ത്, സത്യവേദ പുസ്തകത്തിനകത്ത് 66 പുസ്തകം നമുക്ക് നൽകിയിട്ടുണ്ട്. 66 പുസ്തകത്തിനകത്തും ദൈവികമായ കാതലായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്നും ഒഴിവാക്കരുത്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ അടങ്ങിയിരിക്കുന്ന 66 പുസ്തകങ്ങൾക്കകത്ത് അടങ്ങിയിരിക്കുന്ന സകല വചനവും നമുക്ക് ജീവനും ചൈതന്യം തരുന്നതാണ്. ദുഷ്ടനെ ജയിക്കുവാനുള്ള ശക്തി പകരുന്നതാണ്, ദുഷ്ടനെ ജയിക്കുവാനുള്ള കൃപ നൽകുന്നതാണ്, ദുഷ്ടനെ ജയിക്കുവാനുള്ള ഉപദേശം ആലോചന നൽകുന്നതാണ് രക്തജയം, ഹല്ലേലൂയ. ഇവിടെ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കാണ് ദുഷ്ടനെ ജയിക്കണമെന്നാണ്, ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ദുഷ്ടനെ ജയിക്കണമെന്നാണ്. അവൻ അത്ര തന്ത്രശാലിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത്, ഹല്ലേലൂയ, ശുശ്രൂഷക്കാരനായിരുന്ന നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരൻ
ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോശുവയെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. പുറപ്പാട് പുസ്തകം 33:11 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്ന് അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതെ ഇരുന്നു. ഹല്ലേലൂയ. അപ്പം യോശുവ കൂടാരത്തെ വിട്ടു പിരിയാതെ മോശയോട് പറ്റിയിരുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ തീരുമാനിച്ചതാ. യഹോവയായി ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ യോശുവയുടെ ഹൃദയത്തിനകത്തെ തീരുമാനം. ഹല്ലേലൂയ. അവൻ സമാഗമന കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. സമാഗമന കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. പൊതുവെ ഈ യാഗം അർപ്പിച്ച് ആരാധന ചെയ്യുവാനായി ഇസ്രായേൽ സമാഗമന കൂടാരത്തിലേക്ക് വരിക പതിവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് അവർ തിരിച്ചു പോകുകയും ചെയ്യും. ഹല്ലേലൂയ. ആ കൂടാരത്തിനരികിൽ താമസിക്കുന്നില്ല. അവരൊരിക്കലും ആ കൂടാരത്തിലേക്ക് താമസിക്കുക. അപ്പം അത് യാഗം കഴിച്ചു അവർ പോയി. ഹല്ലേലൂയ, സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന തേജസ്സിനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ദൈവമായി ആഴമേറി ബന്ധമില്ല. അപ്പൊ യഹൂദന്മാര് വരുന്നു, അവരുടെ യാഗം കഴിക്കുന്നു, അവരോടൊന്ന് പോകുന്നു. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരുന്ന ദൈവ തേജസ്സിനെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവമായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നൂന്റെ പുത്രനായിരിക്കുന്ന യോശുവ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. രക്തം ചെയ്യും. അവൻ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നത് കൊണ്ട് യഹോവയായി ദൈവം, അല്ലെങ്കിൽ ദൈവം ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിക്കുന്നത് യോശുവയ്ക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് യോശുവയുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നു എന്ന് കാണാൻ കഴിയും. ഇവിടെ യോശുവയുടെ ബാല്യപ്രായം, യൗവന പ്രായമാണത്. അപ്പൊ തന്റെ യൗവന പ്രായത്തിൽ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ സമാഗമന കൂടാരത്തോട് ചേർന്നിരുന്ന ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച മോശയോട് ദൈവം സംസാരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. മാത്രമല്ല, അതിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരുന്ന ദൈവിക തേജസ് കണ്ട് യോശുവയ്ക്ക് ഉണരുവാൻ കഴിഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമായി ആഴമേറിയ ബന്ധം അവൻ പുലർത്തിയിരുന്നു. ദൈവമായിട്ട് ആഴമേറിയ ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയെ, അന്ന് യഹൂദന്മാർ യാഗം കഴിച്ചു മടങ്ങിപ്പോകുന്നു. സമാഗമന സ്ഥലത്ത് ഇറങ്ങുന്ന ദൈവ തേജസ് കാണുന്നില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അവർ മടങ്ങിപ്പോയതുപോലെ ഇന്നത്തെ ചെലവും അവർക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. ആരാധനയുടെ സമയം രാവിലെ 10 മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ 10 മണിക്ക് ആരാധനയ്ക്ക് വരത്തില്ല. ഹല്ലേലൂയ. അവർ 10 മണിക്കും 11 മണിക്കുമോ വരുന്നത്. ഇനി 10 മണിക്ക് നേരത്തെ വന്നാലും സഭയ്ക്കകത്ത് കയറത്തില്ല. പുറത്തെവിടെയൊക്കെ പോയി ചായ കുടിച്ചിട്ട് എവിടെയൊക്കെ നിന്നിട്ട് 11 മണിയാകുമ്പോഴാണ് വരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് സമയമാകുമ്പോൾ അവർ ഇറങ്ങിപ്പോകാൻ തിരക്ക് കൂട്ടും. അങ്ങനെയുള്ളവർക്കൊന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് കാണുവാനോ ഹല്ലേലൂയ ദൈവിക ശബ്ദം കേൾക്കാനോ കഴിയത്തില്ല. എന്നാൽ സമാഗമന കൂടാരം വിട്ടുപിരിയാതിരുന്ന നൂന്റെ മകനായിരുന്ന യോശുവ, ഹല്ലേലൂയ, യോശുവ ദൈവ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ദൈവത്തിന്റെ തേജസ് കണ്ടു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഇന്നും അനേകർ ആലയത്തിലേക്ക് വരുന്നു, പോകുന്നു. ആലയകാര്യങ്ങളിൽ അളവില്ലാത്ത സ്നേഹം കാണിക്കുന്നു. ഹല്ലേലൂയ. അനേകരും ആലയത്തിൽ വരുന്നു, പോകുന്നു. ആലയകാര്യങ്ങളിലൊക്കെ വലിയ അളവില്ലാത്ത സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ അത് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ മടങ്ങിപ്പോകും. എന്നാൽ ഈ യൗവനക്കാർ തീർച്ചയായും എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ്. യൗവനക്കാർ തീർച്ചയായും ചെയ്യണം, എഴുന്നേറ്റ് പ്രകാശിക്കണം. യോശുവെ പോലെ സമാഗമന കൂടാരത്തോട് ചേർന്ന് യോശുവ നിന്നതുപോലെ എന്നെ കേൾക്കുന്ന യൗവനക്കാരായ എന്നെ യുവതി യുവാക്കന്മാരെ, നിങ്ങൾ ദൈവസഭയോട് ചേർന്നിരുന്ന നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കണം. അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ 1-ാമത്തെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ മറഞ്ഞിരിക്കുന്നതും മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടു വന്നതുമായ ഒരു ദൈവിക സത്യം എന്നതാണ് മർമ്മം. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ സഭയുടെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെക്കുറിച്ചുമാണ് യോഹന്നാനിവിടെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഇവിടെ മനുഷ്യപുത്രന്റെ വലങ്കയിൽ കണ്ട നക്ഷത്രം ആ നിലയിൽ അതൊരു പ്രതീകമാണ്. അതായത് സഭാ ശുശ്രൂഷകന്മാരെയാണ് ഇവിടെ നക്ഷത്രമായി സങ്കല്പിക്കുന്നത്. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാർ. ഹല്ലേലൂയ. 7 നിലവിളക്ക് 7 സഭകളെന്ന്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിലെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നക്ഷത്രങ്ങളായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ സഭയോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. അപ്പൊ നിലവിളക്കുകളുടെ പ്രകാശം വിശുദ്ധ സ്ഥലത്തെ ആനന്ദിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിലവിളക്കുകളുടെ പ്രകാശം വിശുദ്ധ സ്ഥലത്തെ ആനന്ദിപ്പിക്കുന്നു. ആ വെളിച്ചത്തിലാണ് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത്. നിലവിളക്ക് സഭയാണ്. അപ്പൊ ആ സഭയിൽ നിന്നുള്ള വെളിച്ചമാണ് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ദൈവമക്കൾ ഒന്നിച്ചു വന്ന് കൂടിയിരുന്ന് ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവമക്കളെല്ലാം ആത്മാവിൽ ഉണർന്നു കഴിയുമ്പോൾ ദൈവമക്കളെല്ലാം ആത്മാവിൽ ആനന്ദിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുരോഹിതന്മാർക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ ദൈവം അവരുടെ മേൽ പ്രത്യേകമായ അഭിഷേകം പകരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യൗവനക്കാരി നീ സഭയുടെ പ്രധാന പങ്കാളി. ദൈവസഭയുടെ ശുശ്രൂഷയുടെ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്കൾ നീ വളരെ പ്രയോജനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളിൽ കൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കി സഭയോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ. വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബാലിക്കാരായിരുന്ന യോശുവയ്ക്ക് ആലയത്തിനോട് എത്ര വലിയ സ്നേഹമുണ്ടായിരുന്നു എന്ന് കാണണം. ബാലിക്കാരനായിരുന്ന യൗവനക്കാരനായ യോശുവയ്ക്ക് സമാഗമന കൂടാരത്തോട് എത്ര വലിയ സ്നേഹമുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതിരുന്ന സമാഗമന കൂടാരത്തിലെ മൂപ്പനോ ബഹുമാനിനോ അല്ലെങ്കിൽ ഗായകനോ പുരോഹിതനോ ആയിരുന്നില്ല അവൻ. ഹല്ലേലൂയ. യോശുവാരാണ് സമാഗമന കൂടാരത്തിലെ പുരോഹിതനല്ല, അവിടുത്തെ ബഹുമാനായ വ്യക്തിയല്ല, അവിടുത്തെ മൂപ്പനല്ല, അവിടുത്തെ ഗായകനല്ല. എന്നിട്ടും ഹല്ലേലൂയ യോശുവയുടെ യൗവന പ്രായം സമാഗമന കൂടാരത്തോട് ചേർന്നിരുന്നു. വ്യക്തം ചെയ്യും. അവൻ സമാഗമന കൂടാരത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ താനോട് സംസാരിക്കുന്നത് പോലെ യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്നതും അതിപരിശുദ്ധ തിറങ്ങി വരുന്ന ദൈവിക തേജസ്സും യോശുവയ്ക്ക് കാണാൻ കഴിഞ്ഞു. അല്ലേ? ചിലരൊക്കെ പറയുന്നത് ഇതൊക്കെ ആലയത്തിലെ പുരോഹിതന്മാർക്കുള്ളതാണ്, മൂപ്പന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ബഹുമാന്യരായ ആൾക്കാർക്കുള്ളതാണ്, ഗായകർക്കുള്ളതാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ യോശുവെ ആദ്യം മനസ്സിൽ കൊണ്ടുവരണം. അല്ലേറിയ യോശുവെ പിന്നീട് ദൈവം എത്ര ശക്തമായിട്ട് ഉപയോഗിച്ചു. മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ അല്ലേറിയ ദൈവം നിയോഗിച്ചത് യോശുവയാണ്. മോശയുടെ മരണശേഷം ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോവാൻ, വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ ഇസ്രായേൽ മക്കളുടെ നായകനായി ദൈവം തെരഞ്ഞെടുത്തത് യോശുവയാണ്. അല്ലേലി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്? അവൻ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ അല്ലേലിയ ദൈവമഹത്വം കണ്ട് ദൈവശബ്ദം കേട്ട യോശുവ മോശയോട് ചേർന്നിരുന്നു. രക്തചയം. എന്നെ കേൾക്കുന്ന യുവനക്കാരെ, നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യോശുവ തന്നെ താഴ്ത്തി മോശയുടെ ശുശ്രൂഷകനായി മാത്രം കാണപ്പെട്ടു. ഹല്ലേലൂയ. യോശുവ എപ്പോഴും തന്നെ താഴ്ത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മോശയുടെ മുമ്പിൽ തന്നെ താഴ്ത്തി. ഹല്ലേലൂയ. സ്തോത്രം. മോശയുടെ കൈക്കീഴിൽ ഒരു ശുശ്രൂഷകനായി മോശ എന്തു പറഞ്ഞാലും അത് ചെയ്ത് ബഹുമാനിച്ച് മോശയിൽ നിന്ന് അനവധി കാര്യങ്ങൾ യോശുവ പഠിച്ചെടുത്തു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ബാല്യക്കാരെ, ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, നിങ്ങൾ ദൈവസഭയിൽ ഇടയനോട് ചേർന്ന് നിന്ന ഇടയൻ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇടയൻ ചെയ്യുന്ന ദൈവിക പ്രവർത്തികൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾ ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കാരണം കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്.
രക്തം ചെയ്യും. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് നിങ്ങളോട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ അലോസരപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ദൈവം ഉപയോഗിക്കേണ്ട സമയത്ത് നിങ്ങളെ വിട്ടുകൊടുക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ ദൈവിക അനുസരണയിൽ വളർത്തണം. അവർക്ക് ദൈവവചനം കൊടുക്കേണ്ട സ്ഥാനത്ത് ദൈവവചനം കൊണ്ട് താനയത്തിൽ പറഞ്ഞു വിട്ട സമയത്ത് താനയത്തിൽ പറഞ്ഞു വിട്ട് ദൈവവചനം പഠിക്കേണ്ട സമയത്ത് ദൈവവചനം പഠിപ്പിച്ച് അവരെ ജീവിത വിശുദ്ധിയോടെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ യൗവന പ്രായത്തിൽ ബാല്യത്തിൽ തന്നെ ദൈവസഭയോട് ചേർത്തിരുത്തി ശുശ്രൂഷകർക്ക് കൈത്താങ്ങലായി അവരെ നിർത്തുകയാണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ പിന്നത്തേത് യോശുവയെ ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ തലമുറയെ ഉപയോഗിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ തലമുറയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ അതിനായി ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അതൊക്കെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഉപദേശി തന്റെ സഭയിലുള്ള 2 യൗവനക്കാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: രാത്രി ആഹാരം കഴിക്കുന്ന സമയമല്ലാതെ മറ്റെല്ലാ സമയത്തും ഇവർ ആലയത്തിൽ തന്നെയാണെന്ന്. ഒരു ഉപദേശിയുടെ പ്രസംഗത്തിൽ പറഞ്ഞതാ. അല്ലെങ്കിൽ 2 യൗവനക്കാർ ആലയം വിട്ടുപിരിയാതെ എപ്പോഴും ഒരു ആലയത്തിൽ തന്നെയാണ്. ആലയത്തിന്റെ കാര്യങ്ങൾ നോക്കി, ആലയത്തിൽ വിരുദ്ധയുടെ കാര്യങ്ങൾ നോക്കി, അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്ത്, അവർക്ക് കൊടുക്കേണ്ട ആലോചന പറഞ്ഞ്, ആലയത്തിലെ ശുശ്രൂഷകനുണ്ടോ, ശുശ്രൂഷകനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ ആലയത്തിനോട് ചേർന്നിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയം മാത്രമാണ് അവർ ആലയത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത്. മറ്റെല്ലാ സമയത്തും ഇവർ ആലയത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇവർ 2 പേര് ശക്തരായ ശുശ്രൂഷകന്മാരായി എഴുന്നേറ്റ് പ്രകാശിക്കുന്നു. പിന്നീട് എന്ത് ചെയ്തു? അവർ 2 പേരും കർത്താവിന് വേണ്ടി ശക്തന്മാരായ ശുശ്രൂഷകന്മാരായി മാറി. എന്തുകൊണ്ടാണ്? ആ സഭയിലെ ഉപദേശിയോട് ചേർന്നിരുന്ന, ആ ഉപദേശിയിൽ നിന്ന് വചനം പഠിച്ചു, ഉപദേശിയിൽ നിന്ന് ദൈവവചനം അഭ്യസിച്ചു, ആ ഉപദേശി ചെയ്യുന്ന ശുശ്രൂഷകൾ അവർ കൈക്കാമി കണ്ടുപഠിച്ചു. അങ്ങനെ ഉപദേശിക്ക് കീഴ്പ്പെട്ട് മോശയുടെ കൈയിൽ യോശുവ താണിരുന്നത് പോലെ ആ ദൈവദാസന്റെ കരങ്ങളിൽ ഈ 2 യൗവനക്കാർ താഴ്ന്നു കൊടുത്തു. രക്തം ചെയ്യും. പിന്നത്തെ ഇതിലെന്ത് ചെയ്തു? അവരെ ശക്തമായ ശുശ്രൂഷകന്മാരായി ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. രക്തം ചെയ്യാം. അത് നിങ്ങൾ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ശക്തമായി ജ്വലിച്ച് പ്രകാശിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. രക്തം ചെയ്യും. നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, 122 സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യം: യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിനകത്തുണ്ടായ ആനന്ദമേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവാലയത്തിലേക്ക് പോകണം എന്നുള്ള ആഹ്വാനം കേട്ടപ്പോൾ സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിനകത്തുണ്ടായ സന്തോഷം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആരാധനയ്ക്കായി ദൈവത്തിലേക്ക് കടന്നു പോകുവാനുള്ള താല്പര്യവും സന്തോഷവും ഇന്ന് നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകുവാൻ, ആരാധനയ്ക്ക് പോയി സന്തോഷിപ്പാൻ, ദൈവത്തെ പാടി ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആലയത്തിലെ ശുശ്രൂഷയോട് ചേർന്ന് പോകുവാൻ, ദൈവത്തിനെ കേൾക്കുവാൻ, ദൈവത്തിനെ പഠിക്കുവാൻ, ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായി തീരുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേർക്കാണ് താല്പര്യമുള്ളത്? ഹല്ലേലൂയ. സന്തോഷവും നമുക്കിന്ന് എത്രത്തോളം ഉണ്ട്? ആലയത്തിൽ പോകാത്തത് കൊണ്ട് നമുക്കിന്ന് സന്തോഷവുമില്ല. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, പലരും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വരുന്നതല്ല, പലരും പലവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവമഹത്വം കാണുവാനും ആലയത്തിലെ ശുശ്രൂഷയോട് ചേർന്ന് പോകുവാനുമല്ല പലരും സഭയിൽ വരുന്നത്. പലരും സഭയ്ക്കകത്ത് വരുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. അതെല്ലാവരും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലെങ്കിൽ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ദാവീദിന്റെ സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധനയ്ക്കായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. ആരാധനയ്ക്ക് പോകുവാൻ, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ, ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുവാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. രാവിലെ വന്ന് ആലയത്തിൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഉപദേശിയോട്, പാസ്റ്ററോട് ചേർന്ന് ആലയത്തിലെ ശുശ്രൂഷകൾക്ക് നിങ്ങൾ കൈത്താങ്ങലായിരിക്കണം.
ഹല്ലേലൂയ, രക്തജയം. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഓരോരുത്തരോട് പറയുമ്പോൾ അവർക്ക് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ ചോദിക്കും. ഹല്ലേലൂയ, ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ ചോദിക്കും. ഒന്ന് ഓർത്ത് നോക്കി, കാലഘട്ടം മാറി വന്നപ്പോൾ തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. രക്തജയം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയും, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. ഹല്ലേലൂയ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ച് കർത്താവിന് വേണ്ടി നിങ്ങൾ ജ്വലിച്ച് പ്രകാശിക്കണം. ഹല്ലേലൂയ, കർത്താവിന്റെ കയ്യിലെ നക്ഷത്രങ്ങളാണ് നിങ്ങൾ. ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരാണ്. നിങ്ങളെ ശക്തരായി ശുശ്രൂഷകന്മാരാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോശുവയെ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ കയ്യിൽ വലിയൊരു കൂട്ടം ജനത്തെ ദൈവം കൊടുത്തത്. ഹല്ലേലൂയ, വാഗ്ദത്ത കനാൻ അവകാശമാക്കിയെടുക്കാൻ വേണ്ടി യോശുവ ഉത്തരവാദിത്തം ഏറ്റെടുത്തതുപോലെ ഒരു വലിയ ദൗത്യം ദൈവം നിങ്ങളെ ഫലമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവിന് വേണ്ടി സമയത്തെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് ഭൂലോകത്തിൽ നമ്മൾ ലോകത്തിൽ നോക്കിയ യൗവനക്കാർ പാശ്ചാത്യ സംസാരങ്ങളിലും അശ്ലീലമായ കാര്യങ്ങളിലും അകപ്പെട്ട് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ യൗവനക്കാരങ്ങനെ. അവർ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി തങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചു അതിവേഗം ലോകത്തുനിന്നവർ കടന്നു പോകുന്നു. എന്നാൽ നിങ്ങളുടെ യൗവനക്കാർ നിങ്ങളെ കർത്താവിനായി സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകൾക്കും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഒക്കെ നിങ്ങളുടെ തലമുറകൾ ചാടി അവർ അതിവേഗം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. അല്ലേലി. എന്നാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അല്ലേലി. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് ഈ ദൈവിക സമാധാനം സന്തോഷം നൽകുന്നത്. അല്ലേലിയ. നിങ്ങളുടെ യൗവനക്കാർ കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ അവർ എഴുന്നേറ്റ് പ്രകാശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിന് പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. എന്റെ ദാസന്മാരുടെ പേരും ദാസിമാരുടെ പേരും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിന് പകരും. അവരും പ്രവചിക്കുമെന്ന് അവിടെ എഴുതിയത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:28 പറഞ്ഞ ദൈവത്തിന്റെ വചനം അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം പൗലോസിന്റെ ശുശ്രൂഷ കാണാൻ കഴിയും. ഹല്ലേലൂയ. പത്രോസിന്റെ ശുശ്രൂഷ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആദിമ സഭയിൽ ഈ ശുശ്രൂഷ വെളിപ്പെട്ടു. ഇന്നത്തെ സഭയിലും ഈ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നത്. അത് നിങ്ങളുടെ തലമുറയുടെ ദൈവം തന്റെ ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറയെ ദൈവം ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുക. അത് നിന്റെ കുടുംബത്തിന് ഇരുൾ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന് കണ്ണുനീര് മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് മകൾ ഉദ്ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പിതാക്കന്മാരെ ആദ്യമുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ഭാര്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാലിക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അത് 3 കൂട്ടമായിട്ട് തിരിച്ചിരിക്കുക. ഈ പിതാക്കന്മാർ, ബാലിക്കാർ, കുഞ്ഞുങ്ങൾ. അവിടെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. അവർക്കൊന്നിച്ച് ബാധകമാണ് ഈ വചനം എന്ന് പറയുന്നത്. അതെ, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് ദൈവത്തിന് ജന്മിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇതുവരെ നീ ദൈവത്തിന് ഉണർന്ന് പ്രകാശിക്കാൻ കഴിയുന്നിട്ട് പ്രകാശിക്കാൻ കഴിയാതെ നീ നിന്റെ തലമുറ ഈ ലോകത്തിന്റെ അധകാരം അകപ്പെട്ട് ദുഷ്ടനെ ജയിക്കാൻ കഴിയാതെ പാപത്തിന്റെ അതിൽ വീട് കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് അവസരം തരികയാണ്. രക്തജയം. നിങ്ങളോട് ചേർന്ന് പറയാമോ? കർത്താവായ യേശുവേ, ഇതുവരെ ഞാനും എന്റെ തലമുറ ഈ ലോകപ്രകാരം ജീവിച്ചു. ഇനിയുള്ള കാലഘട്ടം ഞാനും എന്റെ തലമുറയും എന്റെ മക്കളും എന്റെ ഭർത്താവും അങ്ങേക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടനെ ജയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ വരവേറ്റും ആസനമായിരിക്കുമ്പോൾ അങ്ങയോടൊപ്പമുള്ള ജീവിതം, അങ്ങനെയുള്ള വാസം ഞങ്ങൾക്ക് നിത്യത മാത്രം മതി. കർത്താവേ, ഞാൻ എന്റെ മക്കളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങളുള്ള ചെറിയവരെയും വലിയവരെയും
ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കും ജനം, എല്ലാ അധികാര മൂപ്പൻ വർഗങ്ങളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രങ്ങൾ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക്, ക്രമസമാധാന പാലകർ, അല്ലെങ്കിൽ നിയമനിർമ്മാണ രംഗം നിൽക്കുന്നവർ, രഹസ്യാന്വേഷണങ്ങളെ, BS അതിർത്തികൾ കാക്കുന്നവരെ, കരയിലും കടലും ആകാശമാർഗം വാഹനോടികൾ, വാഹന നിർമ്മിതാക്കൾ, യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ, സമുദ്രത്തിൽ ജോലി ചെയ്യുന്നവർ, കടലോര വാസികൾ, മത്സ്യബന്ധനായി പോയിരിക്കുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ചെറുതും വലുതുമായ എല്ലാ കമ്പനികളും, ഫാക്ടറികളും, ഖനികളിൽ ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാര വ്യവസായികളെയും, കർത്താവ് വഴിയോര കച്ചവടക്കാരെ, കരങ്ങളിൽ, ക്ഷീരമേഖലയും, കാർഷിക മേഖലയും, വലിയ മെക്കാനിക്കൽ രംഗത്ത്, കൺസ്ട്രക്ഷൻ മേഖലയിലെ, ട്രേഡ് രംഗത്ത് പണിയെടുക്കുന്നവർ, എല്ലാ മേഖലയിലും ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, ബാങ്കിങ് മേഖല, അല്ലെങ്കിൽ എല്ലാ സ്റ്റാറ്റിൽ വർക്ക് ചെയ്യുന്നവരെ, കർത്താവ് സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്രമാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവർ, എല്ലാ പരമപുരുഷ പാർട്ടികളെ നിലനിൽപ്പിക്കാൻ, ശേഷത്തിൽ, ബാല്യം, കൗമാരി, യൗവനത്തിൽ, വാർദ്ധക്യം, വൃദ്ധരസയാചർ, ഓർമ്മ തലമുറയിലായിരിക്കുന്നവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോക രാജ്യങ്ങളിൽ വിധം ആ ഭാഗങ്ങളിൽ ജോലിക്ക് കടന്നു പോയിരിക്കും, വളരെ കഷ്ടം അനുഭവിക്കും, വേദന അനുഭവിക്കും, ജയിലറയിൽ കിടക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർക്ക്, വിദേശത്ത് കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെട്ടവർ, വിവിധ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും ദൈവം സമാധാനം കൊടുക്കണമേ. ദൈവസ്ഥിതിക്ക് അവരുടെ യൗവനത്തിൽ തന്നെ യേശുവിനെ അറിയുവാൻ കൃപ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്ന ലേലിയ സ്തോത്രം. വിദേശ ജോലി, കർത്താവിന്റെ വേലയിലുള്ള ബന്ധത്തിൽ ദൈവഭക്തന്മാർ, ദൈവദാസ്യന്മാർ, ഞങ്ങളുടെ ബാലിക്കാർ, ഞങ്ങളുടെ യൗവനക്കാരെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. സുവിശേഷം മുഖാന്തരം പീഡ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തവരെ കിടക്കുന്നവർക്കെല്ലാം വിടുതലും മോചനം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇത് പകൽ കർത്താവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദേശത്ത് വിദേശ യാത്ര ജോലിയിലായിരിക്കുന്നവരെല്ലാം ദൈവം സൂക്ഷിക്കണം. തലമുറയെ ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിനും മദ്യത്തിനും വെറുപ്പത്തിനും ഈ ലോകത്തിന് ജനികമായ ജീവിതങ്ങളിൽ അകപ്പെട്ട് അവർ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ യൗവനത്തിൽ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിച്ച് കർത്താവിന് വേണ്ടി നിന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഹൃദയങ്ങളായി ജനത്തെ ഉപയോഗിക്കണമേ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.